എല്ലാ ദാനങ്ങളും ചെയ്തരുളമെന്നുണ്ട്. വാദ്യഘോഷത്തോടേകമാ വാനവർ സ്തുതിക്കും നാഥനെ. വാദ്യഘോഷത്തോടേകമാ വാനവർ സ്തുതിക്കും നാഥനെ. വന്യതിരുപാദം എല്ലാവരും തേടി അന്ധതയകന്നു എന്നും എന്നും പാടൂ. വന്യതിരുപാദം അന്ധതയകന്നു എന്നും എന്നും പാടൂ. ഏറും ഏതമെത്രയെന്നാലും എല്ലാത്തെയും വിലക്കിയല്ലോ. ഏറും ഏതമെത്രയെന്നാലും എല്ലാത്തെയും വിലക്കിയല്ലോ. ഇഴകളിൻ ഭാരം ഏതും ചുമക്കുന്ന ഏകകർത്താവിനോ സാദരം നാം പാടൂ. ഇഴകളിൻ ഭാരം ഏതും ചുമക്കുന്ന ഏകകർത്താവിനോ സാദരം നാം പാടൂ. എല്ലാവിധ ആവശ്യങ്ങളും നല്ലതോ പോൽ ചെയ്തു തരുന്ന എല്ലാവിധ ആവശ്യങ്ങളും നല്ലതോ പോൽ ചെയ്തു തരുന്ന എല്ലാം ഒട്ടും തീർത്ത നല്ല കർത്താവിനും എല്ലാവരും ചേർന്നു ഹല്ലേലൂയ പാടൂ. എല്ലാം ഒട്ടും തീർത്ത നല്ല കർത്താവിനും എല്ലാവരും ചേർന്നു ഹല്ലേലൂയ പാടൂ. ശത്രുവിനഗ്നിയ ശൃംഖലാ ശക്തിയേറ്റു ക്ഷീണിച്ചിടുമ്പോൾ, ശത്രുവിനഗ്നിയ ശൃംഖലാ ശക്തിയേറ്റു ക്ഷീണിച്ചിടുമ്പോൾ, ശത്രുവെ ജയിച്ച കർത്തൻ നമുക്കുണ്ട്. ശുദ്ധകൂട്ടം നാമും നിത്യം സ്തുതി പാടൂ. ശത്രുവെ ജയിച്ച കർത്തൻ നമുക്കുണ്ട്. ശുദ്ധകൂട്ടം നാമും നിത്യം സ്തുതി പാടൂ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. വല്ലഭൻ നമുക്ക് നല്ലവനായുണ്ട്. എല്ലാ ദാനങ്ങളും ചെയ്തരുളമെന്നുണ്ട്. വല്ലഭൻ നമുക്ക് നല്ലവനായുണ്ട്. എല്ലാ ദാനങ്ങളും ചെയ്തരുളമെന്നുണ്ട്. സഭ എഴിക്കാം. 70-ാമത്തെ സങ്കീർത്തനം വാക്യപ്രതി വാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 70. ദൈവമേ എന്നെ വിടിയിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എനിക്ക് പ്രാണഹാനി വരുത്താൻ നോക്കുന്നവർ ലജ്ജിച്ചു ഭ്രമിച്ചു പോകട്ടെ. എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനം ഏൽക്കട്ടെ. നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാണനിമിത്തം പിന്തിരിഞ്ഞു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്നവരൊക്കെ നിന്നെ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ ദൈവമഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. ദൈവമേ എൻ്റെ അടുക്കൽ വേഗം വരണമേ. നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. യഹോവേ താമസിക്കരുതേ. ഇപ്പോൾ സ്വാഗതം പറയുന്നതിലേക്കായി സൺഡേ സ്കൂൾ പ്രൊമോട്ടർ സാഹിത്യനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ നിശ്ചിതമായ കർത്തവ്യം. ആദ്യമായി സ്വാഗതം പറയേണ്ടത് നമ്മുടെ യൂത്തിൻ്റെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അച്ചുവിനെയാണ്. ഈ ഒരാഴ്ചക്കാലം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സന്തോഷപൂർവ്വം ആത്മാർത്ഥതയോടെയും ഓടി നടന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന അച്ചുവിനെ ഈ യുവജനവാര കൺവെൻഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ സഭാ പുരോഹിതനെയാണ്. ഈ യുവജനവാര കാലഘട്ടത്തിൽ ഒരാഴ്ചയും നമ്മോടൊപ്പം മാർഗനിർദ്ദേശിയായും വഴികാട്ടിയായും ഓരോ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം തന്നെ കൂടെ നടക്കുകയും നമ്മളെ നയിക്കുകയും ചെയ്യുന്ന നമ്മുടെ സഭാ പുരോഹിതനെ ഈ യുവജനവാര കൺവെൻഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ഇവിടെ മുഖ്യ സന്ദേശം നൽകുവാനായി കടന്നു വന്നിരിക്കുന്ന എൻ്റെ കൂട്ടുകാരനും അതിലുപരി വട്ടപ്പാറ ലൂതറൻ ചർച്ചിലെ സഭാ പുരോഹിതനായിരിക്കുന്ന അച്ഛനും
സിനഡ് വൈസ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട മോഹൻ രാജ അച്ഛനെ യുവനവര കൺവെൻഷൻ്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തു. അടുത്തതായി യുവജനവാര കൺവെൻഷൻ വളരെ മനോഹരമാക്കുവാൻ വേണ്ടി ഒരു ഗസ്റ്റായി കടന്നു വന്ന എൻ്റെ കൂട്ടുകാരനും നമ്മുടെ തിരുവനന്തപുരം സർക്കിൾ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന സഹദാസ് സാറിനാണ്. സാറിനെ ഈ യുവജനവാര കൺവെൻഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് ഒരു യുവജനവാര കൺവെൻഷൻ വളരെ മനോഹരമായി വിജയിക്കണമെങ്കിൽ നമ്മുടെ സഭയിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടണം. എന്നിരുന്നാലേ ഒരു കൺവെൻഷൻ വിജയിക്കുകയുള്ളൂ. യൂത്ത് ലീഗിൻ്റെ ക്ഷണം സ്വീകരിച്ച് യുവജനവാര കൺവെൻഷനിലേക്ക് കടന്നു വന്ന എല്ലാ നല്ലവരായ സഹോദരന്മാരെയും മാതാപിതാക്കളെയും യുവജനവാര കൺവെൻഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യം നിന്ന് വിരമിക്കുന്നു. നന്ദി. ഇപ്പോൾ ഒരു പാട്ട് പാടാൻ ഗവർണറോടൊപ്പം ചേർന്ന്
വായിച്ചേക്കാം. ആദ്യമായി ലേഖനവേദഭാഗം എബ്രായർ 12-ാം അധ്യായം 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. എബ്രായർ 12-ാം അധ്യായം 18 മുതൽ 29 വരെയുള്ള വാക്യം. ഇബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 18 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിന് മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുത് എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന് മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലെത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്ര അധികം. അവൻ്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്നും സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടി സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഈ വായിച്ചേട്ട തിരുവചന വേദഭാഗങ്ങളായ ദൈവം നമ്മെ ഇവരെ സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സുവിശേഷ വേദഭാഗം യോഹന്നാൻ 2-ാം അധ്യായം 12 മുതൽ 22. യോഹന്നാൻ 2-ാം അധ്യായം 12 മുതൽ 22. യോഹന്നാൻ 2-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം അവനും അവൻ്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കവർന്നഹൂമിലേക്ക് പോയി. അവിടെ ഏറെ നാൾ പാർത്തില്ല. യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരൂശലേമിലേക്ക് പോയി. ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളെയൊക്കെയും എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി പൊൻവാണിഭക്കാരുടെ നാണയം തൂക്കിക്കളഞ്ഞു. മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇതിവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. എന്നാൽ യഹൂദന്മാർ അവനോട്, നിനക്ക് എങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരുമെന്ന് ചോദിച്ചു. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവനോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ചത്രേ പറഞ്ഞത്. അവൻ ഇതും പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്ത് തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. ആമേൻ. ഇപ്പോൾ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ആദിത്യ മധ്യസ്ഥ പ്രാർത്ഥന അയക്കുന്നതിൽ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ദൈവമേ, ഇന്നേ ദിവസം വിഭജനവാരവുമായി ബന്ധപ്പെട്ട് കൺവെൻഷനായി കൂടുവാൻ തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. നാഥ, ദൈവം ഈ ഒരാഴ്ചക്കാലം നമുക്ക് നല്ല രീതിയിൽ വിഭജന സംഘടനയുടെ നേതൃത്വത്തിൽ വിഭജനവാരം നടത്തുവാൻ തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ദൈവമേ, അനേകം യുവജനങ്ങൾ ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിരിക്കുന്ന കാലത്ത് നമുക്ക് കുറച്ച് പേർക്ക് ഒത്തുകൂടി നല്ല രീതിയിൽ ആലയത്തോട് ചേർന്നിരുന്ന യുവജനവാരവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ചേർന്ന് നിൽക്കാൻ തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. നാഥ, ദൈവമേ, ഞങ്ങളുടെ ആലയത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടത്തുവാൻ സഹായിക്കണമേ. സഭാ ശുശ്രൂഷകനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാഥ, ദൈവമേ, അവർക്ക് ആവശ്യമുള്ള നന്മകളാൽ നിറയ്ക്കണമേ. ദൈവമേ, സഭാ കമ്മിറ്റിയെയും സഭയിലെ എല്ലാ സംഘടനകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നമുക്ക് തന്ന നല്ല കൃപകൾക്കായി നന്ദി പറയുന്നു. ദൈവമേ, രോഗങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്ക് സൗഖ്യം കൊടുക്കണമേ. ദൈവമേ, വാഹനം ഓടിക്കുന്നവരെയും ദൈവമേ, ഇന്ന് ഈ പരിസരത്തിലായിരിക്കുന്നവരെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്ക് ആവശ്യമായ കൃപകളാൽ നിന്ന് കൃപ കൊടുക്കണമേ. ദൈവമേ, ഈ ഒരാഴ്ചക്കാലം നമ്മെ നന്നായി നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആമേൻ. ഇപ്പോൾ കൊയറൊരു ഗാനം പ്രാരംഭിക്കും. നമുക്ക് ചേർന്ന് പാടാം. അഭിഷേകത്തോടെ
ഇപ്പോൾ ഒരു സാക്ഷ്യം പറയുന്നതിലേക്കായി നമ്മുടെ മധ്യയായിരിക്കുന്ന സഹായദാസ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്നേഹവും ബഹുമാനമുള്ള നമ്മുടെ ഈ സഭയിലെ യൂത്ത് ഫെലോഷിപ്പിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന അച്ചു അധ്യക്ഷപദം അലങ്കരിക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ഈ സഭയിലെ ശുശ്രൂഷകനായിരിക്കുന്ന റോബിൻസൺ അച്ഛൻ, ILC വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന സിനഡിൻ്റെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന ഇപ്പോൾ വട്ടപ്പാറ, അതായത് തിരുവനന്തപുരം സർക്കിളിൽപ്പെട്ട വട്ടപ്പാറ സഭയിലെ ശുശ്രൂഷകനുമായിരിക്കുന്ന റവണ്ട് മോഹൻ രാജൻ, ഭാര്യ കൊച്ചമ്മ ബേക്കലിരിപ്പുണ്ട്. കൊച്ചമ്മ ഏറ്റവും പ്രിയപ്പെട്ട, എനിക്ക് ഈ മുഖങ്ങളെ ഒന്നും അറിയില്ല, ആദ്യമായിട്ട് ഒന്ന് രണ്ട് പേരെ പരിചയമുണ്ട്. റോജി അറിയാം, സജിത്തിനെ പരിചയമുണ്ട്. എനിക്ക് തിരുവനന്തപുരം സർക്കിളിൽ പ്രവർത്തിച്ചു വരുന്നു. ഇപ്പോൾ സർക്കിളിൻ്റെ സെക്രട്ടറി ആയിട്ട് സർക്കിൾ സെക്രട്ടറി പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ തിരുവനന്തപുരം സർക്കിളിൽ തന്നെ ഉളിയാഴ്ത്ര എന്നൊരു സഭ കേട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു, ചിലർക്കൊക്കെ അറിയാം. അവിടുത്തെ സഭാംഗമാണ്, അവിടുത്തെ സെക്രട്ടറിയുമാണ്. ഞങ്ങൾക്കൊരു പുതിയ ദേവാലയത്തിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. ദൈവകൃപയാൽ 3 വർഷമാവുന്നുണ്ട്. ഞങ്ങൾ ഡിസംബറിൽ പ്രതിഷ്ഠിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ കാണുവാനും ഒരു പ്രതീക്ഷയുമില്ലാത്ത വരവാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ ചന്ദ്രബോസ് അച്ഛനാണ് ഇവിടുത്തെ മെസ്സേജ് നൽകുവാൻ തീരുമാനിച്ചതെന്നും നിങ്ങളൊക്കെ ആഗ്രഹിച്ചത്. എന്നാൽ ദൈവഹിതവും പെട്ടെന്നൊരു ആക്സിഡൻറ്റ് നിമിത്തം അദ്ദേഹം ചികിത്സയിലാണ്, ഭവനത്തിൽ വിശ്രമത്തിലാണെന്നറിയാം. അങ്ങനെ ഞാനും റോബിൻ ചേച്ചനോട് ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ചാണ് റോബിൻ മോൻ അച്ഛൻ്റെ അവിടെ കാണാൻ വേണ്ടി അച്ഛനും വന്ന് ഞാനും രാജച്ഛനുണ്ടായിരുന്നു, കുറച്ച് പേര് എൻ്റെ വൈഫല്ല അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ച സമയത്തൊരു അച്ഛനെ മെസ്സേജിനാണ് ഞാൻ ആദ്യം പറഞ്ഞ പേര് മോഹൻ്റെ അച്ഛൻ കൊള്ളാം എന്ന് പറഞ്ഞു. വലിയ പ്രാസംഗികനൊന്നുമല്ല, എന്നാലും വ്യക്തമായ ദൈവവചനം സംസാരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായതുകൊണ്ട് എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് ഓടി വന്നതാണ് അച്ഛൻ്റെ പേര്. അങ്ങനെ അവിടെ ഇരുന്ന് വിളിച്ചു, അങ്ങനെ സമ്മതിച്ചു. ഇന്നലെ ഞങ്ങളൊരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വന്ന സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു എന്നോട് വരണമെന്ന്. അങ്ങനെയാണ് യാദൃശ്യം. ഞാൻ പറഞ്ഞു ഇല്ല അച്ഛൻ, എനിക്കിന്നൊരു വേറെ പ്രോഗ്രാം ഉണ്ട്, ഇന്ന് വലിയൊരു പ്രോഗ്രാം, സർക്കിളിൻ്റെ പ്രോഗ്രാം നടക്കുകയാണ് സിറ്റി സഭയിൽ വെച്ച്, അപ്പോൾ വന്നേ പറ്റും. അപ്പോൾ ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞ് പ്രസിഡൻറ്റ് അറിയാം, തിരുവനന്തപുരം സിനഡിൻ്റെ സർക്കിളിൻ്റെ പ്രസിഡൻറ്റ് വിനേഷ് അരച്ചനാണ് റൗണ്ട്, അദ്ദേഹത്തോട് വിളിച്ച് പറഞ്ഞാൽ വെച്ചാൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, പെട്ടെന്നുള്ള കാര്യമാണ്, ഞാനും കൂടെ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു. അതിങ്ങനെ അനുവാദം ചോദിച്ച് ഞങ്ങൾ 3 പേരൂടെ വരാൻ കഴിഞ്ഞു, നിങ്ങളെ കാണുവാൻ കഴിഞ്ഞു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. സാക്ഷ്യം പറഞ്ഞാൽ ഇന്നൊന്നും തീരുമില്ല എൻ്റെ ജീവിതത്തിൻ്റെ, അതുകൊണ്ട് ചുരുക്കി ഞാൻ 1-2 വാക്ക് പറയാം. ഈ ലോകത്ത് ഒരു വചനം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. പുസ്തകമൊക്കെ ഞാൻ പറയുന്നില്ല. എന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കും എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ഒരാളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ബൈബിളിൽ. ആരെന്നൊന്ന് പറയാം. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും. ആരാണ് പറഞ്ഞതെന്നറിയാമോ? ഒരു ക്ലൂ തരാം. ബൈബിൾ ഏറ്റവും അധികം കഷ്ടപ്പെട്ടൊരു മനുഷ്യനാണ് ഇയ്യോബാണ്. ഇയ്യോബിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ്. ബൈബിൾ വായിക്കണം കേട്ടോ, എല്ലാവരും നല്ല ബൈബിൾ എല്ലാ ദിവസവും ഒരു വചനമെങ്കിലും നമ്മൾ വായിക്കണം. വായിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം. ഒരു റിക്വസ്റ്റാണ്, അധികാരത്തോടെ പറയുന്നതല്ല, ദൈവത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പറയുക. ഞായറാഴ്ച ഒരു ദിവസം നമുക്ക് ദൈവം, ഒരാഴ്ച 7 ദിവസമുണ്ട്, അതിൽ ഞായറാഴ്ച ഒരു ദിവസം നമുക്കായിട്ട് ദൈവം വേർതിരിച്ച് തന്നിരിക്കുന്ന ദിവസമാണ്. അത് നമ്മൾ ആലയത്തിൽ ദൈവത്തോടൊപ്പം നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കണം. അത് ജീവിതത്തിൽ നമ്മൾ 1-ാം സ്ഥാനം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് യോഗ്യതയും വിദ്യാഭ്യാസവും കൊണ്ടൊന്നല്ല ദൈവം നടക്കുന്നത്. നമ്മൾ നോക്കുക, യേശുക്രിസ്തു തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെയൊക്കെ ഏറ്റവും എളിമപ്പെട്ടവരാണ്, ഏറ്റവും താഴ്ന്നവരും എളിമപ്പെട്ടവരായിരുന്നു നമുക്കറിയാം. ഏറ്റവും താഴ്ന്നവരെയാണ് ദൈവം ഏറ്റവും ഉയർത്തുന്നത്. അപ്പോൾ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക. ജീവിതത്തിൽ നമ്മൾ എല്ലായിടത്തും ഒന്നാമത് എത്തിച്ചേരും.
ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അർഹതയില്ലാത്ത ഒരുപാട് നന്മകൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരു സ്നേഹമാണ് നമ്മുടെ ദൈവം. അവനെ ആരാധിക്കുവാനും അവൻ്റെ സന്നിധിയിൽ നമ്മൾ ചെലവഴിക്കുന്ന ഒരു നിമിഷം പോലും നമുക്ക് ജീവിതത്തിൽ നഷ്ടമായി വരില്ല എന്ന് നമ്മൾ ഓർക്കുക. പ്രതിസന്ധികൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ, വേദനകളൊക്കെ വരുമ്പോൾ നമ്മൾ താങ്ങുന്ന ഒരു ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള നല്ല ബോധത്തോടു കൂടി നമ്മളായിരിക്കുക. എൻ്റെ ജീവിതത്തിൽ പറയുക, അത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. എപ്പോഴും ഈ ആലയത്തിൽ ആയിരിക്കുമ്പോഴും എല്ലാവരും ചേർന്ന് പോകുവാൻ, എല്ലാവരും ചേർത്ത് നിർത്തി പോകുവാനാണ് കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ നമ്മളായിരിക്കുവാൻ ശ്രമിക്കുക. എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഞങ്ങൾ 10 മക്കളാണ്. 9ാമത്തെ ആളാണ്. എൻ്റെ ഒരു കൊച്ചു 15 വയസ്സായപ്പോൾ തന്നെ 15-17 വയസ്സ് എൻ്റെ പപ്പയും അമ്മയും നഷ്ടപ്പെട്ടതാണ്. ഞങ്ങളെ 10 മക്കളൊന്ന് കൊച്ചു അറിയാം, വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. ഇപ്പോൾ എനിക്ക് 53 വയസ്സ് പ്രായം വരുന്നുണ്ട്. അപ്പം 13 വയസ്സ് നോക്കുക, ഇത്രയും വർഷം നടത്തിയൊരു ദൈവം അത്യാവശ്യമായ വിദ്യാഭ്യാസം തരുവാൻ കുറച്ച് പേർക്ക് കിട്ടിയെങ്കിലും പിന്നെ നമുക്ക് തുടർന്ന് പഠിക്കുവാനോ മറ്റുള്ള ഒന്നും കഴിയാത്ത സാഹചര്യങ്ങളായിരുന്ന പോലും ഉന്നതങ്ങളിൽ ദൈവസന്നിധി വിട്ട് ആ പള്ളിയിൽ എൻ്റെ കൊച്ചുനാളിലോട്ട് എൻ്റെ പപ്പയും അമ്മയും കുഞ്ഞുനാളെ പഠിപ്പിച്ച് ഞങ്ങളെ 10 പേരെയും പഠിപ്പിച്ചു വന്ന, ഞങ്ങൾ 7 ആണുങ്ങളും 3 പെണ്ണുങ്ങളും പഠിപ്പിച്ച ഒരു സത്യമാണ് ആലയത്തിൽ പോവുക. കുടിക്കാനോ തിന്നാനോ ഉടുക്കാനോ ഇല്ലെങ്കിലും നമ്മൾ ആലയത്തിൽ പോവുക, ദൈവത്തെ ആരാധിക്കുമെന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. അധികം വിദ്യാഭ്യാസമൊക്കെ തരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഏറ്റവും ഉന്നതങ്ങളിൽ എത്തിക്കുവാൻ ദൈവം സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിൽക്കുവാൻ യോഗ്യനായിട്ട് തീർന്നത്. ദൈവം യോഗ്യനാക്കുന്നവനെ അയോഗ്യനാക്കുവാൻ ആർക്കും കഴിയില്ല എന്ന് തിരിച്ചറിയുക. ദൈവത്തിനായിട്ട് നമ്മൾ സമയങ്ങൾ ചെലവഴിക്കുക. ഒരിക്കലും അത് ജീവിതത്തിൽ പാഴാവില്ല. ദോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ, വേദനകളും അനർത്ഥങ്ങളൊക്കെ വരുമെങ്കിലും എല്ലാത്തിനും നീ ഒരു നീതിമാൻ, ദൈവം പൈതൽ വീണാൽ 7 പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കുന്ന, ദുഷ്ടൻ വീണാൽ നശിച്ചു പോകുന്ന നമ്മൾ ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്രകാരം ആ ചിന്തയിലൂടെ ദൈവത്തിൻ്റെ ആലയത്തിൽ വിശുദ്ധിയോടുകൂടെ ദൈവത്തെ ആരാധിപ്പാനും വചനം പഠിക്കാനും ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനം ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ബൈബിള് എന്ന് പറയുന്ന സത്യവേദം ഈ ലോകത്തിൽ എന്തെല്ലാം നന്മകളുണ്ടായിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിക്കുന്ന കുട്ടിയൊക്കെ അറിയാം, പഠിച്ചിട്ടുള്ള കുട്ടിയൊക്കെ അറിയാം, എല്ലാം ഈ ബൈബിളിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ വചനത്തിൽ നിന്നുകൊണ്ട് ആയിരിക്കണം. ദൈവകൃപയാൽ ഈ നന്നായിട്ട് പഠിക്കുവാൻ, ഒരുപാട് പഠിക്കുവാനും നിങ്ങൾ ഗുഡ് ന്യൂസ് എന്ന് പറയുന്ന ചാനലുണ്ട്. അതിൽ 5 വർഷം എനിക്ക് പ്രോഗ്രാം, അതായത് ക്വിസ് പ്രോഗ്രാം, ബൈബിൾ പ്രോഗ്രാം ചെയ്യുന്നതിന് ഒരു ക്രിസ്തീയ ചാനലാണ്, തൃശ്ശൂരാണ് അതിൻ്റെ ചെയ്യുവാനും മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുവാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെ വഴിയാണ്. അപ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കുക, ദൈവ കൽപ്പന പ്രകാരം ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ദിനംതോറുമുള്ള അനുതാപത്തോടുകൂടി ദൈവത്തിലായിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു യുവത്വത്തിൻ്റെ ഇതൊന്നും ഞാൻ അറിഞ്ഞനുസരിച്ച് ഏകദേശം 90 കുടുംബം ഉണ്ടെന്നാണ്. അപ്പോൾ ഈ 90 കുടുംബത്തിലെ എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ ഈ ആലയം നിറഞ്ഞ് കവിയും. നമുക്കറിയാം, ഞങ്ങളുടെ പള്ളിയിലും 90 കുടുംബക്കാർ, 85-90 കുടുംബമുണ്ട്. ഞായറാഴ്ച മാത്രമാണ് നിറഞ്ഞ് കവിയുന്നത്. പിന്നെ ഈ 1ാമത്തെ ഞായറാഴ്ച അന്ന് അധികം എല്ലാവരും എത്തും. ഓടുകയാണ്. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഓടിയിട്ട് എന്തെങ്കിലും നമ്മൾ ജീവിതത്തിൽ നേടിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഈ ആലയവും നമ്മുടെ ജീവിതവും കളഞ്ഞിട്ട് ഓടിയിട്ട് ഒന്നുമില്ല, ഒരർത്ഥവുമില്ല. എൻ്റെ കസാര ഒരിക്കലും ഞാൻ ഒഴിച്ചിടാറില്ല. എൻ്റെ ജീവിതത്തിൽ പപ്പയമ്മയും മരിച്ച ശേഷമായാലും ഇന്നായാലും ഒരാലയത്തിൽ എനിക്ക് ചിലപ്പോൾ ചില ആലയങ്ങൾ ചെറിയ ആരാധനയൊക്കെ നടത്താൻ പോകേണ്ടി വന്നാലും അവിടെ ആലയത്തിലായിരിക്കും. ഇല്ലെങ്കിൽ എൻ്റെ കസേര കൊയറിലും എല്ലാ കാര്യങ്ങൾക്കും മുന്നിലാണ്. ഒന്നും കണ്ടിട്ടല്ല, ദൈവത്തിൻ്റെ മഹത്വം അറിയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കുക, ആലയത്തിൽ വരുന്ന നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും നഷ്ടമാവില്ല. ദൈവത്തോട് ചേർന്നിരിക്കുന്ന സമയവും ഒരിക്കലും നഷ്ടമാവില്ല. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുക. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കും, നല്ലൊരു മെസ്സേജ് കേൾക്കാൻ വേണ്ടി നമ്മളെല്ലാം ഒരുങ്ങിയിരിക്കുകയാണ്. ഞാൻ ഒരു കൊച്ചു പാട്ടും പാടി, വലിയ ഗായകനൊന്നുമല്ല, ഒരു ചെറിയൊരു പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. ഒന്നുകൂടെ ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. ഒരുപാട് കഷ്ടതകളിലൂടെ യാതനകളിലൂടെയൊക്കെ കടന്ന വഴിയിൽ ഞങ്ങളുടെ പള്ളി പണി തുടങ്ങുന്നതെന്ന് പറയുന്നത് 2022
ജൂൺ മാസം 22-ാം തീയതി നമ്മൾ തറക്കൽ നേരത്തെ ഇട്ടിട്ടുണ്ട്. പഴയൊരു പള്ളി ഇരുന്നുകൊണ്ട് ഇടിച്ച് ഞങ്ങൾ പണി തുടങ്ങുന്നത് 2020 ജൂൺ മാസം 22-ാം തീയതിയാണ്. അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ കൺവീനറാണ് ഞാൻ. പണി തുടങ്ങി 5 മാസം കൊണ്ട് ഏകദേശം 4000 സ്ക്വയർ ഫീറ്റ് വലിയ നീളമുള്ള 90 അടി നീളത്തിലാണ്, 40 അടി വീതിയുണ്ട്, ഉള്ളൊരു 32 അടി വീതി ഉണ്ട്. അപ്പോൾ അങ്ങനെ വലിയൊരു ആലയമാണ് നമ്മൾ പണി ആരംഭിച്ചത്. കയ്യിൽ വലിയ കാശൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ 95 ലക്ഷം രൂപയുടെ പണികൾ ഈ സമയം വരെയും ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. പള്ളി ഞങ്ങൾ ഈ വരുന്ന ഡിസംബർ 21-ാം തീയതി ഞായറാഴ്ച പ്രതിഷ്ഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് നടന്നൊരു സംഭവമാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. നവംബർ മാസം 5 മാസം ആയപ്പോൾ ഞങ്ങളിതിൻ്റെ ഫുള്ള് കോൺക്രീറ്റാണ് ചെയ്തു വന്നത്. ബാക്കി സൈഡെല്ലാം കെട്ടി അടച്ച് നമ്മൾ തട്ട് കോൺക്രീറ്റിൻ്റെ 15-ാം തീയതിയാണ് വെച്ചത്. നവംബർ 15-ാം തീയതി 15-ാം തീയതി വച്ചു. അന്ന് കുറച്ച് ഏകദേശം ഒരുപാട് പൈപ്പ് ഇടാണ്ട് ഇലക്ട്രിക്കലിൻ്റെ അത് ഇടുന്ന തിരക്കിലായിരുന്നു. 2 ദിവസം കൂടെ എല്ലാ സജ്ജീകരണവും ചെയ്തു. എന്നാൽ 17-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചു. 15-ാം തീയതി 10:30 മണി വരെ ഞാൻ പള്ളിയിലുണ്ടായിരുന്നു. 10:30 മണിക്ക് ഞാൻ വീട്ടിൽ കാപ്പി കുടിക്കുക. അടുത്താണ് വീട്. പള്ളിയിൽ കാപ്പി ഉണ്ടായിരുന്നു, വൈഫ് മാത്രമായതുകൊണ്ട് മക്കളൊക്കെ സ്കൂളിൽ പോകും. വീട്ടിൽ പോയി കാപ്പി കുടിച്ച് 11 മണിക്ക് ഞാനൊരു ആക്സിഡൻ്റായി മെഡിക്കൽ കോളേജിലാണ്. അത് 10:30-ക്ക് ഞാൻ വീട്ടിലിരിക്കുന്നു. 11 മണിക്ക് ഞാൻ മെഡിക്കൽ കോളേജ് അടുത്താണ്. എന്നെ എൻ്റെ ബുള്ളറ്റും വേറൊരു ബൈക്കുമായിട്ട് ഇടിച്ച് എൻ്റെ കാല് 4-5 കഷ്ണമായിട്ട് മുറിഞ്ഞ കാലാണ്, വലത് കാല്. ഈ ഭാഗമെല്ലാം പോയി. ഈ രൂപം ദൈവം പിന്നെ തന്നതാണ് കേട്ടോ. ഇപ്പോൾ നല്ല ആരോഗ്യമുണ്ട് ദൈവം. അപ്പം ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുന്നവർക്ക് അനർത്ഥങ്ങളൊക്കെ വരുമെങ്കിൽ പോലും അതിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ, ബലപ്പെടുത്തുവാൻ ഒരുപാട്. ഞാൻ സർക്കിൾ സെക്രട്ടറി ആയിട്ട് ഒരു മാസം ഏകദേശം ജൂണിൽ ആയിരുന്നു, നമുക്ക് മെയ് മാസമായിരുന്നു ഇലക്ഷൻ. ഞാൻ നവംബറിൽ വീഴുന്നു. എങ്കിലും വീട്ടിൽ വന്ന് തന്നെ എല്ലാവരും ഒരുപാട് മീറ്റിങ്ങൊക്കെ കൂടി ഞാൻ ഏകദേശം 1 വർഷം ഞാൻ ചികിത്സയിലായിരുന്നു. ദൈവം ഇന്ന് ഇപ്പോൾ കുറച്ച് 3 വർഷമാവും പോകുന്നേ ഉള്ളൂ. ഈ നവംബർ 15 3 വർഷം. ദൈവം അത്ഭുതമായിട്ട് നിർത്തുവാനും ശക്തനാണ്. ഈ ഭൂമിയിൽ പഴികളും ദുഷികളും നിന്ദകളൊക്കെ വരുമെങ്കിൽ നമ്മൾ മാറിപ്പോകാതെ ദൈവസനിൽ ഉറച്ചു നിൽക്കുക. ഞാൻ നിർത്തുകയാണ്. ഒരു പാട്ട് പാടി പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും നെഞ്ചോടു ചേർക്കുന്നൊരേശുണ്ട്. നിന്നെ നെഞ്ചോടു ചേർക്കുന്നൊരേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. സ്വന്തമായൊന്നും നിനക്കില്ലാതെ പോകിലും, സ്വന്തമായൊന്നും നിനക്കില്ലാതെ പോകിലും, സ്വന്തമായുള്ളവനോ എല്ലാറ്റിനും ഉടയവൻ, സ്വന്തമായുള്ളവനോ എല്ലാറ്റിനും ഉടയവൻ. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. കണ്ണാലെ കാണുന്നോർ കണ്ടില്ലെന്നാകിലും, കണ്ണാലെ കാണുന്നോർ കണ്ടില്ലെന്നാകിലും, കാണുന്നോരേശുവൻ കൂടെയുണ്ട്. എന്നെ കാണുന്നോരേശുവൻ കൂടെയുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത്
തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. പഴിയും നിന്നയും പരിഹാസവുമേറുമ്പോൾ, പഴിയും നിന്നയും പരിഹാസവുമേറുമ്പോൾ മാനിച്ചുയർത്തുന്നൊരേശുവുണ്ട്. നിന്നെ മാനിച്ചുയർത്തുന്നൊരേശുവുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തോടൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ അപ്പച്ച, ഈ നല്ല രാത്രിക്കായി നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, അനുഗ്രഹീതമായ ഈ ദിവസത്തിൻ്റെ നല്ല രാത്രിയിൽ കർത്താവേ, പ്രിയപ്പെട്ടവരോടൊപ്പം അടിയനുമായിരിക്കാൻ തക്കവണ്ണം ദൈവമേ നീ അവിടെ നിന്ന് സഹായിച്ച വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പാ, സ്തോത്രം ചെയ്യുന്നു. അകലെയായിരുന്ന ഞങ്ങൾക്ക് കർത്താവെ ഈ ആലയത്തിലേക്ക് കടന്നു വരുവാനും ഈ പ്രിയപ്പെട്ടവരോടൊപ്പം ആയിരിക്കാനും ദൈവമേ നീ സഹായിക്കുന്നു കർത്താവെ. ഈ പ്രിയപ്പെട്ട ആലയത്തെ ദൈവമേ അങ്ങയുടെ പൊന്നു കരങ്ങളിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, പ്രിയ അച്ഛന് ദൈവമേ അനുഗ്രഹീതമായ ദൈവമേ ഒരുപാട് പ്രയാസങ്ങളുടെയും അതിജീവനത്തിൻ്റെയൊക്കെ കർത്താവെ വേളയിലൂടെ കടന്ന് കർത്താവെ ഈ മനോഹരമായ ആലയത്തിൽ ഈ ഏറ്റവും മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതായ അനേകം മക്കളോടൊപ്പം കർത്താവെ ചേർന്നിരിപ്പാൻ തക്കവണ്ണം നിൻ്റെ പ്രിയദാസനെ നീ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അനുഗ്രഹിക്കണേ കർത്താവെ. ഈ ആലയം നിറഞ്ഞു കവിയുവാൻ, യുവത്വത്തിൻ്റെ കർത്താവെ ബലം ശക്തി പ്രാപിപ്പാൻ, സൺഡേ സ്കൂളിൽ അഭിവൃദ്ധിപ്പെടുവാൻ, ദൈവമേ കൊയർ കർത്താവെ അനുഗ്രഹീതമായി പാടുവാൻ ദൈവമേ നീ സഹായിക്കുന്നില്ല കർത്താവെ. ഏറ്റവും വളർച്ചയേറിയ നന്മയേറിയ നന്മകൾ കാണുവാൻ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കുന്ന കർത്താവെ. പ്രിയപ്പെട്ട കർത്താവിന് വചനം സംസാരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനെ അങ്ങയുടെ പൊന്ന് കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹീതമായ കർത്താവെ വചന ശുശ്രൂഷ ലഭിപ്പാൻ, ദൈവത്തിൻ്റെ വചനം തന്നെ കർത്താവെ ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവോടൊന്ന് സഹായിക്കണമേ കർത്താവെ. വചനം കേട്ട് ഏറ്റവും നിറഞ്ഞവരായി കർത്താവെ ഞങ്ങൾ മടങ്ങിപ്പോകുവാൻ സഹായിക്കണമേ. ദൈവമേ ഈ ആലയത്തിനുണ്ടായിരിക്കുന്ന ഓരോ കുടുംബത്തെയും ദൈവമേ ഓരോ മക്കളെയും വ്യക്തിയായി കർത്താവെ ആളാളായി കർത്താവ് ഇങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളുടെ കടന്നു വരുന്നുണ്ട് കർത്താവെ. രോഗത്തിൻ്റെ കർത്താവെ അവസ്ഥകളായിരിക്കുന്നവരുണ്ട് കർത്താവെ. എല്ലാം കാണുന്നവൻ, എല്ലാ ഹൃദയങ്ങളെയും കാണുന്നവനായ ദൈവമായ കർത്താവെ അനുഗ്രഹിക്കണേ കർത്താവെ. ഏറ്റവും അനുഗ്രഹീതരായി മടങ്ങിപ്പോകുവാൻ തുടർന്നുള്ള ദിവസങ്ങളിൽ കർത്താവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നന്മയും പുതുമയുള്ള ദൈവമേ ജീവിത അവസരങ്ങളിൽ നൽകിക്കൊണ്ട് കർത്താവെ നിൻ്റെ കൃപ ധാരാളം അനുഭവിച്ചുകൊണ്ട് കർത്താവെ പ്രിയമക്കൾ സ്തോത്രത്തോടെ ആയിരിക്കാൻ, സംഗീതത്തോടെ ആയിരിക്കാൻ, ദൈവത്തെ ഏറ്റവും പാടി സ്തുതിക്കുന്നവരായിട്ട് കർത്താവെ അനുഗ്രഹീതമായ ജീവിതങ്ങൾ നയിപ്പാൻ ദൈവത്തോടൊന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം കർത്താവെ ഏറ്റവും ദൈവമേ ദൈവത്തിനായി ചിലവഴിക്കുന്ന ഓരോ സമയങ്ങളും കർത്താവെ അവരുടെ ജീവിതങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കാൻ എൻ്റെ ദൈവമേ നീ ഒന്ന് സഹായിക്കണമേ കർത്താവെ. നുറുങ്ങിയും തകർന്നുമിരിക്കുന്ന ഹൃദയത്തിലേക്ക് ദൈവമേ അവിടുത്തെ വചനം പ്രവേശിച്ച കർത്താവെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവം മടങ്ങിപ്പോൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ദൈവമേ പലവിധമായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്ന കർത്താവെ. ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ കർത്താവെ, ദൈവമേ ജ്ഞാനമുള്ള മക്കൾ കർത്താവെ, ശലോനെ പോലെ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട മക്കൾ ഈ സഭയിൽ വളർന്നു വരുവാൻ, ദേശത്തിന് കർത്താവെ അനുഗ്രഹമായി തീരുവാൻ, സഭയ്ക്ക് കുടുംബത്തിന് കർത്താവെ ബലമായി തീരുവാൻ ദൈവമേ അവിടെ നിന്ന് സഹായിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. അടിയങ്ങൾ ഈ ആലയത്തിലേക്ക് കടന്നു വന്നത് കർത്താവെ ഈ ആലയത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ, ഒരു മുതൽക്കൂട്ടായി തീരുവാൻ എൻ്റെ ദൈവമേ സ്വർഗമേ നീ അവിടെ നിന്ന് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ വചന ശുശ്രൂഷയിലേക്ക് കർത്താവെ പ്രവേശിക്കുന്നു. നിൻ്റെ മകനോടൊപ്പം ഇരിക്കണമേ, നാവോടൊപ്പം ഇരിക്കണമേ. ഞങ്ങൾ കർത്താവെ പിരിയാത്ത ബന്ധുവായി ഞങ്ങളോടുകൂടെ ഇരിക്കണമേ. എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം കർത്താവെ അവിടുത്തെ ബലം ഞങ്ങളിൽ നിറഞ്ഞ് കവിയട്ടെ. സകലതും കർത്താവെ അങ്ങയുടെ പൊന്നുപാദത്തെ വിളിക്കുമ്പോൾ ക്രിസ്തുയേശു മൂലം അടിയൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ആമേൻ. നന്ദി.